കഴിഞ്ഞോ മോളെ? ഇല്ല. ക്ഷീണിച്ചായിരുന്നോ? ചായ വേണോ? കിട്ടിയേക്കൊള്ളാം. അല്ല കാപ്പിയാണെങ്കിലോ? എന്തായാലും മതി. അല്ല വിഷമാണെങ്കിലും മതിയോ? മനുഷ്യന് കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാ കൊള്ളാന്ന ഉദ്ദേശിച്ചേ. എങ്കിൽ ചായ തരാം. മതി. അല്ല സംഭാരം എടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, സർബത്ത് എടുക്കാം. വേണ്ട, ഞാൻ എടുത്ത് കുടിച്ചോളാം. അയ്യോ വേണ്ട വേണ്ട, എന്റെ തുണി അലക്കി കഷ്ടപ്പെട്ടതല്ലേ, നിനക്കുള്ള ചായ ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. എന്നൊന്ന് വേഗം വേണം, പണിയെടുത്തിന്റെ നടു ഒടിഞ്ഞു. അത് മുമ്പ് പണിയെടുക്കാത്തന്റെ മോളെ. 1-2 ആഴ്ചയാവുമ്പോ ഇതങ്ങ് ശീലമായിക്കോളൂ. അപ്പൊ എന്നെ വിടാനുള്ള പ്ലാനൊന്നും ഇല്ലേ? നീ മിടിക്കല്ലേ മോളെ, എപ്പോഴും നീ എന്റെ അടുത്ത് തന്നെ വേണം. മക്കൾ കഴിക്കോ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ഉപ്പിട്ട ചായ ഒരു വെറൈറ്റി ഐറ്റം ആയിരിക്കും. സോൾട്ട് ടീ, ന്യൂ വെറൈറ്റി. അതൊക്കെ അവിടെ വെക്ക്, അവിടെ വെക്ക്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സൂപ്പർ ചായയാ. ഇതുപോലൊരു ചായ നീ നിന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ടാവില്ല. ദാ കുടിക്ക്. ഇത് നിറച്ച് ഉപ്പാണല്ലോ. അതെ, അതിനെന്താ കുഴപ്പം? എപ്പോഴും പഞ്ചസാര ഇട്ടല്ലേ ചായ കുടിക്കുന്നത്, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഉപ്പിട്ട് ആരെങ്കിലും ചായ ഉണ്ടാക്കൂ? ഉപ്പിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം, സകലമാന കറികളും ഉണ്ടാക്കാം. ചായ മാത്രം ഉണ്ടാക്കാൻ പാടില്ല. ഇത് എവിടുത്തെ ന്യായമാ? എനിക്ക് വേണ്ട. എന്തോ? എനിക്ക് വേണ്ടാന്ന്. നീ ഇത് കുടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടാ ഞാൻ ചായ ഉണ്ടാക്കിയത്. ഭക്ഷണം വേസ്റ്റ് ആക്കിയാലുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കുടിക്കടി, എടി കുടിക്കാൻ. പിന്നെ കൂടി ഞാൻ ഇന്ന് കുടിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. കുടിക്കടി, ഇവിടെ കുടിക്കടി, ഇവിടെ കുടിക്കടി, എടി കുടിക്കാൻ. നല്ല ടേസ്റ്റ് ഇല്ലടി, കുടിക്കടി അങ്ങോട്ട്. മിടുക്കി. നാളെ ഇതിലും കൂടുതൽ ഉപ്പിട്ട് ചായ ഞാൻ തരാമേ. കുടിച്ച് കുടിച്ചങ്ങ് ശീലമായിക്കോളും.